കനത്ത മഴയിൽ ഇടുക്കി നേര്യമംഗലം 6 മൈലിന് സമീപം ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചുമാറ്റാൻ ശ്രമിക്കുകയാണ്. അടിമാലി താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, മഴ ശമിച്ചിട്ടുണ്ട്, പക്ഷേ നിലവിലെ സ്ഥിതി എന്താണ്? ആശങ്കപ്പെടേണ്ടതുണ്ടോ? വിനീത, അതിശക്തമായ മഴയ്ക്ക് ഇപ്പോഴും ശമനമുണ്ട്. പക്ഷേ നേരത്തെ പെയ്ത മഴയുടെ ഒഴുക്കുവെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അടിമാലി ടൗണിന് സമീപമുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെയുള്ള ഈ ബാങ്കിന്റെ അകത്ത് പൂർണ്ണമായും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. മുട്ടപ്പം വെള്ളം ഇവിടെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് JCBയുടെ സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്ത ശേഷം ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്തുള്ള സാധനങ്ങൾ മൊത്തം പോയോ ബാങ്കിന്റെ അകത്തുള്ള? ഇത് ഒരു രണ്ടടിയോളം വെള്ളമുണ്ടായിരുന്നു. വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. വലിയ നഷ്ടമുണ്ട്. ഇത് അടിമാലി പട്ടികജാതി സർവീസ് സഹകരണ സംഘമാണ്. ഇതിൻ്റെ കീഴിലുള്ള സ്പൈസസ് വേൾഡ് എന്നുള്ള സ്പൈസസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനവും അതുപോലെ തന്നെ ആയുർവേദ ഔഷധച്ചെടികൾ പിന്നെ മറ്റ് കൃഷി ചെടികളെല്ലാം വിൽക്കുന്ന സ്ഥാപനവുമുണ്ട്. ഇവിടെ മഴ പെയ്യുമായിരുന്നോ? പെട്ടെന്നുള്ള പെയ്ത്തിലാണോ വെള്ളം? മഴ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മഴയുണ്ടായി, അതിശക്തമായ മഴയുണ്ടായി. അവിടെ നിന്ന് മണ്ണുകളെല്ലാം ഒലിച്ചു വന്ന് ഈ സ്ഥാപനത്തിൽ മണ്ണ് നിറഞ്ഞ് നമുക്ക് ആ ചെടികൾ 2 ഇഞ്ചോളം ചെടികളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയിലും ഇവിടെ നാശനഷ്ടം ഉണ്ടായതാണ് വിനീത. അതിപ്പോൾ ഇന്ന് വൈകിട്ടുണ്ടായ മഴയിലും പിന്നെയും ഈ ഇത്രത്തോളം 2 അടിയോളം വെള്ളം കയറി, ഇത്രത്തോളം വെള്ളം ഉയർന്നിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളക്കെട്ട് ഇപ്പോഴും താഴ്ന്നു വരുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ദേശീയപാതയിൽ നേര്യമംഗലത്തിന് സമീപം 6 മൈലിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. കൂടാതെ രാജാക്കാടിന് സമീപം ഖജനാപ്പാറയിൽ പിക്കപ്പ് വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഇപ്പോഴും ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ള വെള്ളക്കെട്ട് അത് കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്.